പള്ളിയിൽ കൂട്ടയടി, പാതിരിമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസ്. ഇന്നലെ ഞായറാഴ്ച രാവിലെ എറണാകുളം പിറമാടം സെയിന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ വൈദികരടക്കം 22 പേർക്കെതിരെ രാമമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. യാക്കോബായ സഭാ വികാരി ഫാദർ ലാൽമോൻ പട്ടരുമടം, ഓർത്തഡോക്സ് പാതിരി എബിൻ എബ്രഹാം എന്നിവരുൾപ്പെടെ ഇരുവിഭാഗങ്ങളിലെയും വൈദികരും വിശ്വാസികളും പ്രതിപട്ടികയിലുണ്ട്. കേസ് ബലപ്പെടുവാൻ ഇരുവിഭാഗങ്ങളിലെയും പാതിരിമാരും വിശ്വാസികളും അടക്കം അടികഴിഞ്ഞയുടൻ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യഘട്ടത്തിൽ 17 പേർക്കെതിരെയാണ് കേസെടുത്തതെന്ന വിവരമുണ്ടായിരുന്നെങ്കിലും നിലവിൽ 22 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ, പള്ളിയിൽ അതിക്രമിച്ച് കയ്യേറൽ തുടങ്ങിയ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ആയങ്ക വിഷയത്തിൽ കാണിച്ച ആ ശുഷ്കാന്തിയൊന്നും ഈ വിഷയത്തിൽ പോലീസ് കാണിച്ചിട്ടില്ല. അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ മോന്മാരെല്ലാം വോട്ട് ബാങ്കുകളാണ്. ഇവന്മാരെ സുഖിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ പണിപാളുമെന്ന് നമ്മുടെ ഭരണകൂടത്തിന് നന്നായി അറിയാം. സംഘർഷത്തിന് പ്രത്യക്ഷത്തിലുള്ള കാരണം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മൂവാറ്റുപുഴ സബ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പിടിക്കുവാനായി ഓർത്തഡോക്സ് ഗുണ്ടാ പാതിരിയും സംഘവും പള്ളിയിലെത്തിയപ്പോൾ യാക്കോബായ വിഭാഗം തടഞ്ഞതാണ് തർക്കത്തിന് കാരണമായത് എന്നാണ്. പള്ളിയുടെ മദ്ബഹയ്ക്കുള്ളിൽ ചാടിക്കയറി ഓർത്തഡോക്സ് പാതിരി യാക്കോബായ സഭയുടെ പാതിരിയെ പിടിച്ച് അടിക്കുവാൻ ശ്രമിക്കുന്നതും തള്ളുന്നതുമൊക്കെ നാം കണ്ടതാണ്. യഥാർത്ഥ കാരണങ്ങൾ പലതുണ്ടെങ്കിലും ആദ്യ കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി വന്നെങ്കിലും ഈ പള്ളി ഇപ്പോഴും യാക്കോബായ വിശ്വാസികളുടെ നിയന്ത്രണത്തിലാണ്. പള്ളിയിൽ കയറി ഇതുപോലെ ഒരു ആക്രമണം നടത്തി അവിടുത്തെ ക്രമസമാധാന നില തകർത്ത് അതൊരു സംസാര വിഷയമായി മാറി FIR ആയാൽ രണ്ടു കൂട്ടർക്കും ഈ പള്ളിയിൽ പ്രവേശിക്കുവാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് തങ്ങൾക്ക് അനുകൂലമായ ആ വിധി കാണിച്ച് വിധി നടപ്പാക്കി തരുവാൻ അഭ്യർത്ഥിച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ നൽകും. വിധി നടപ്പാക്കുവാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിനുള്ള ഒരു അടവായിരുന്നു ഈ അടിപിടി. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടാ അച്ഛാ, ജാമ്യം കിട്ടൂല. പ്രൊട്ടക്ഷൻ അതിനാ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത് അല്ല. അത് കാണാം. കോടതി വിധിയോടെ എത്തിയ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ ആക്രമിച്ചതിനാണ് യാക്കോബായ വിഭാഗത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം പള്ളിയിൽ അതിക്രമിച്ച് കയറിയെന്ന പരാതിയിന്മേൽ ഓർത്തഡോക്സ് വൈദികർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ ശാശ്വതവും സൗഹാർദ്ദപരവുമായ പരിഹാരം കണ്ടെത്തുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് മധ്യസ്ഥത വഹിക്കുമെന്നും ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തുമെന്നും സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സർക്കാർ ഈ കാര്യം വ്യക്തമാക്കുന്നത്. 1 നൂറ്റാണ്ടിലേറെയായി തുടരുന്ന സഭാതർക്കം ചർച്ചകളിലൂടെയും മധ്യസ്ഥതയിലൂടെയും സമാധാനപരമായി പരിഹരിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കോടതിയെ അറിയിച്ചു. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട്
നിലവിൽ ഹൈക്കോടതിയിലുള്ള അപ്പീലുകളിലാണ് സർക്കാർ ഈ നിലപാട് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് കോടതി രാവിലെ ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ വരുന്ന വ്യാഴാഴ്ചത്തേക്ക് വിധി പ്രസ്താവനത്തിനായി മാറ്റുകയാണ് എന്ന് പറയുകയായിരുന്നു. സഭാതർക്കം അന്തസ്സോടെ പരിഹരിക്കുവാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ നീക്കത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ സ്വാഗതം ചെയ്യുകയും ചർച്ചകളോട് സഹകരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സെമിത്തേരി ബില്ല് കൊണ്ടുവന്ന പിണറായി വിജയൻ സർക്കാർ സഭാ കേസിൽ ഉചിതമായ ഒരു നടപടി കൈക്കൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്ന് കരുതിയെങ്കിലും പിണറായി വിജയൻ വിശ്വാസ സമൂഹത്തെ വഞ്ചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശന് സഭാ നേതൃത്വം ഒരു ഡിന്നർ നൽകിയിരുന്നു. പള്ളി പിടിച്ചു കൊടുക്കുക, വയനാട്ടിലെ ദുരന്തത്തിന്റെ മറവിൽ 15 കോടി പിരിച്ചു മുക്കിയ കേസ് അട്ടിമറിക്കുക, കുമ്പസാര പീഡന കേസ്, പെരുന്നാട് ആശ്രമത്തിന്റെ കൈവശമിരിക്കുന്ന 100 കണക്കിന് വരുന്ന വനഭൂമി, വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയ കേസുകൾ, അത്താനാസോസിന്റെ കൊലപാതകം അടക്കമുള്ള കേസുകൾ കുത്തിപ്പൊക്കി ഉപദ്രവിക്കരുത്, കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് സതീശന് സഭാസ്ഥാനത്ത് ഡിന്നർ നൽകിയത് എന്നാണ് സിനഡിന്റെ ചുമതലയുള്ള ഒരു ചുവന്ന നൈറ്റിക്കാരൻ ITV ന്യൂസിനോട് പറഞ്ഞത്. സഭാ കേസ് എന്നും രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം ചെയ്താലും ചെയ്തില്ലെങ്കിലും 2 വശത്തു നിന്നും കോടികൾ കിട്ടും എന്നതാണ് ഈ കേസിന്റെ പ്രത്യേകത. ഇതിനെ പള്ളിത്തർക്കം, സഭാതർക്കം എന്നൊക്കെയുള്ള ഓമനപ്പേരിൽ വിളിക്കുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് കോടി മൂല്യമുള്ള പള്ളികൾ ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ തട്ടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു റിയൽ എസ്റ്റേറ്റ് സ്കാമാണ് ഇത് എന്ന് തിരിച്ചറിയുക. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ, പിന്നാമ്പുറ കഥകൾ പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.